പാലക്കാട് തൃത്താല മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലാണ്. NDA സ്ഥാനാർത്ഥിയായി തൃത്താലയിൽ മത്സരിക്കുന്ന ഉണ്ണികൃഷ്ണ മാസ്റ്റർ ചേരുന്നുണ്ട്. തൃത്താല ശക്തമായ മത്സരം നടക്കുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ അവസാന ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഇത്തവണ തൃത്താലയിൽ താമര വിരിഞ്ഞിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം രണ്ട് മുന്നണികളെയും തൃത്താലയിലെ ജനങ്ങൾ വെറുത്തിരിക്കുകയാണ്. 7 പതിറ്റാണ്ട് കാലം മാറി മാറി തൃത്താലയെ ഭരിച്ച രണ്ട് മുന്നണികളും ഇന്ന് ജയിക്കാൻ വേണ്ടി വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി PDPയുടെ മദനിയുടെ ചിത്രവുമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേപോലെ തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥി ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചു SDPയുമായിട്ട് അവർ ഡീൽ ഉണ്ടാക്കിയിരുന്നു. SDPയുടെ സ്ഥാനാർത്ഥി ചിത്രത്തിൽ കാണാനില്ല. അവരുമായി ഡീൽ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുത്തുന്നത്. രണ്ടു കൂട്ടരും വിശ്വാസികൾക്കെതിരാണ്. രണ്ടു കൂട്ടരും ഹിന്ദുവിരുദ്ധ നിലപാടെടുത്തവരാണ്. ശബരിമല വിഷയത്തിൽ വിശ്വാസികളുടെ ഹൃദയവികാരങ്ങളെ വ്രണപ്പെടുത്തിയ ആൾക്കാരാണ് രണ്ടുപേരും. അതുകൊണ്ട് ഇവിടുത്തെ ജനം അവരെ നിരസിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി ജനങ്ങളെ നിരവധി സാധാരണക്കാരെ സന്ദർശിക്കുന്നു, അവരോട് വോട്ട് ചോദിക്കുന്നു. അവരെല്ലാം പറയും തൃത്താലയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. മാറ്റം അനിവാര്യമാണെന്ന് ചിന്തിക്കുമ്പോൾ അവർ അതിന് ഓപ്ഷനായിട്ട് ഇപ്പോൾ കാണുന്നത് NDA ആണ്, BJP ആണ് ഓപ്ഷനായി കാണുന്നത്. അതുകൊണ്ട് ഇത്തവണ തൃത്താലയിൽ താമര വരുന്ന തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളത്. ഈ UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഈ ശബരിമലയിലെ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുമ്പോഴും തൃത്താലയിലേക്ക് വരുമ്പോൾ VT ബലറാമിനും MP രാജേഷിനും യുവതീ പ്രവേശനത്തിൽ സമാന നിലപാടായിരുന്നു. അപ്പം അത് കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഞങ്ങൾ ഇവിടെ ഈ തൃത്താലയിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് കൃത്യമായ രണ്ട് കൂട്ടരും VT ബലറാമും അതുപോലെ തന്നെ MP രാജേഷും ഒരേ തൂവൽ പക്ഷികളാണ്. ശബരിമല വിഷയത്തിൽ രണ്ടുപേരും വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി ശബരിമല യുവതീ പ്രവേശനത്തിന് അനുമതി നൽകിയാലാണ്. അതിൻ്റെ കൂടെ ആൾക്കാർ രണ്ടുപേരും അതും മാത്രമല്ല, കുംഭമേള നടന്നല്ലോ തിരുനാവായിൽ, തൊട്ടടുത്താണ്. കുംഭമേള നടന്ന സമയത്ത് വിളിച്ചാൽ വിളിയേക്കുന്ന ദൂരത്തുള്ള രണ്ട് സ്ഥലത്തേക്ക് VT ബലറാം പോയി നോക്കിയിട്ടില്ല, MP രാജേഷ് പോയി നോക്കിയിട്ടില്ല, ആ സ്ഥലത്ത് പോയില്ല. നേരമേ SDPയുടെ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കാൻ മത്സരമായിരുന്നു, സമസ്തയുടെ പരിപാടിയിൽ പോകാൻ മത്സരമായിരുന്നു, ഹജ്ജ് ക്യാമ്പിൽ പോകാൻ മത്സരമായിരുന്നു. എന്തേ അവർ കുംഭമേളയിലേക്ക് തിരിഞ്ഞു നോക്കാത്തത്? ഇവർ കൃത്യമായി ഹിന്ദു വിരുദ്ധ നിലപാടെടുത്തു. ശബരിമല വിഷയത്തിൽ അവർ ഹിന്ദു വിരുദ്ധ നിലപാടെടുത്തു. ബീഫ് ഫെസ്റ്റ് നടത്തിയ ആളല്ലേ MP രാജേഷ്. അതുപോലെ തന്നെ ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്ത ആളല്ലേ VT ബലറാം. കുംഭമേളയിലേക്ക് എത്തി നോക്കാത്ത ആൾ. ഇവരുടെ തികഞ്ഞ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ തുറന്നു കാട്ടും. ജനങ്ങൾ അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ രണ്ട് മുന്നണികൾക്കും എതിരായ നിലപാടെടുത്തു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്. അത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ അതിശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. പ്രചരണ രംഗത്തും അതുപോലെ തന്നെ സമ്പർക്കത്തിൻ്റെ കാര്യത്തിലും എല്ലാം ഞങ്ങൾ അവരെക്കാൾ ഒരു പടി മുന്നിലാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവർ പറയുന്നത് തൃശ്ശൂരിൽ താമര വിരിച്ചു, തിരുവനന്തപുരത്ത് മേര ഉണ്ടാക്കി, പിന്നെ എന്തുകൊണ്ട് തൃത്താലയിൽ താമര വിരിയില്ല എന്ന ചോദ്യമാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദേശീയ സരസ് മേള തൃത്താലയിൽ നടന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങളോ മറ്റോ ഒന്നും വെക്കാതെ അതൊരു തരത്തിൽ ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പം അത്തരത്തിൽ ഈ ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ പോലും തെറ്റായിട്ടവിടെ വെച്ചു. അതിനൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വികസനം മണ്ഡലത്തിൽ നടന്നിട്ടുണ്ടോ? ഈ മന്ത്രി MP രാജേഷിനെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. അദ്ദേഹം ഏറെക്കാലം ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിട്ടും ആ മണ്ഡലത്തിലെ ജനങ്ങൾ അവിടെ നിന്നും അദ്ദേഹത്തെ തിരസ്കരിക്കുകയായിരുന്നു. പിന്നീടാണ് അവിടെ നിന്നും പട്ടാമ്പിയിലേക്ക് തൃത്താലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്ല, ഇതിൽ സരസുമേളയുമായി ബന്ധപ്പെട്ട സമയത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചില്ല എന്ന് മാത്രമല്ല, അതിൽ സർവത്ര അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ വിവരാവകാശ രേഖകൾ ഞങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. അത് നാളെ നമ്മുടെ പത്രത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ മേള കുടുംബശ്രീക്കാർക്ക് നയാ പൈസ ഇതുവരെ കൊടുത്തില്ല. അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുമാണ്. അവരെയൊക്കെ ഒരു നയാ പൈസ കൊടുക്കാതെ അവർ കടത്തിലാണ് ഇപ്പോൾ. അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ അമിതമായ ചെലവുകൾ എഴുതിയെടുത്തിരിക്കുകയാണ്. ഫ്ലക്സിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വലിയ അഴിമതിയാണ് സരസ് മേളയിൽ നടന്നിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ ചിത്രം വെക്കാത്തതിൻ്റെ പ്രതിഷേധം കൊണ്ട് അതോടൊപ്പം തന്നെ വലിയ അഴിമതി സരസ് മേളയിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് BJP NDA ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃത്താലയിൽ 5 വർഷം മന്ത്രിയായിരുന്ന ആളാണ് MP രാജേഷ്. ഒരു വികസനവും തൃത്താലയിൽ നടന്നിട്ടില്ല. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല, അത് സംഭരിക്കാൻ സംവിധാനമില്ല. സംഭരിച്ച നെല്ലിൻ്റെ പണം പോലും ഇവർ കൊടുക്കുന്നില്ല. റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. എവിടെയെങ്കിലും നല്ല റോഡുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി നിർമ്മിച്ചുള്ള റോഡാണത്. യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ എന്ത് സംരംഭം തുടങ്ങിയിട്ടുള്ളത്? വീടുകളെല്ലാം വൃദ്ധസദനങ്ങളായി മാറിയിരിക്കുക. ഇവിടുത്തെ യുവാക്കൾ പലായനം ചെയ്തിരിക്കുക. കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോയി പലായനം ചെയ്യുന്ന യുവാക്കളായി മാറിയിരിക്കുകയാണ്. കാർഷിക മേഖല തുറന്നു, കുടിവെള്ളം
ഏറ്റവും വലിയ വിഷയം കുടിവെള്ളമാണ്. കിട്ടാക്കനെ 200ഓളം കോളനികളുള്ള ഒരു മണ്ഡലമാണ് തൃത്താല മണ്ഡലം. പക്ഷേ ഒരു സ്ഥലത്തും കുടിവെള്ളമില്ല. ഒരു സൗകര്യങ്ങളുമില്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല ആശുപത്രിയില്ല, അതുപോലെ നല്ല റോഡുകളില്ല, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഇതൊന്നുമില്ലാതെ അവികസിത തൃത്താലയായി മാറ്റിയെന്ന് മാത്രമാണ് ഇവിടെ ഇവർ വിചാരിച്ചിരിക്കുന്നത്. തൃത്താലയിലെ ജനങ്ങൾ വോട്ടുകുത്തി യന്ത്രങ്ങളാണ്. രണ്ട് കൂട്ടരും 5 കൊല്ലം മാറി മാറി കൊടുക്കുന്നുണ്ട്. അവർ യാതൊരു വികസനവും നടത്തില്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളും എന്ന ധാരണയാണ്. ആ ധാരണ ഇന്ന് മാറിയിരിക്കുന്നു. ജനങ്ങളെല്ലാം തന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ശക്തമായി മുന്നോട്ട് വന്നപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റത്തിന് തയ്യാറായിരിക്കുന്നു എന്നതാണ്. തൃത്താലയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു തയ്യാറും നടത്തില്ല. മഹാകവി വക്കിത്തത്തിൻ്റെ ജന്മനാടാണ്. അദ്ദേഹത്തിൻ്റെ 100ാം ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് 5 കോടി രൂപ പാസ്സാക്കി എന്ന് പറയുന്നത്. പക്ഷേ ഇതുവരെ മഹാകവി വക്കിത്തത്തിൻ്റെ സ്മാരകത്തിന് ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തറവാടൂടെ അങ്ങനെ കിടക്കുന്നു. സാംസ്കാരിക നിലയം ഒന്നും ചെയ്തിട്ടില്ല. വാര്യംകുന്നിന് സ്മാരകം പണിഞ്ഞവരാണ് അക്കിത്തത്തിൻ്റെ സ്മാരകത്തിൻ്റെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. എനിക്ക് ചോദിക്കാനുള്ളത്, ആരെയാണ് ഇവർ ഭയക്കുന്നത്? ഏത് തീവ്രവാദികളാണ്? PDP ആണ്. PDPയുടെ പിന്തുണയോടുകൂടിയാണല്ലോ MP രാജേഷ് ഇവിടെ മത്സരിക്കുന്നത്. മദനിയുടെ തീവ്രവാദത്തെ ഭയക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ആരെ ഭയന്നുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത്? പാക്കനാരുടെ ഭൂമിയാണ്, പറയിപ്പറ്റ പന്തുരുകുലത്തിൻ്റെ ഭൂമിയാണ്, മേഴത്തൂർ അഗ്നിഹോത്രിയുടെ ഭൂമി. ഇവരുടെയൊക്കെ സ്ഥലങ്ങളെല്ലാം തന്നെ അനാഥമായി ഒരു ശ്രദ്ധയുമില്ലാതെ കിടക്കുന്നു. മഹിതമായ ഒരു പാരമ്പര്യമുള്ള നാടാണ് തൃത്താല. പല കാരണങ്ങളും. അവിടെ തീർത്ഥാടന ടൂറിസത്തിന് സാധ്യതയുണ്ട്, അതുപോലെ ആയുർവേദ ടൂറിസത്തിന് സാധ്യതയുണ്ട്, അതുപോലെ തന്നെ സാംസ്കാരിക ടൂറിസത്തിന് സാധ്യതയുണ്ട്, നേച്ചുറൽ ടൂറിസത്തിന് ഒരു സാധ്യതയും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ വളരെയധികം നിരാശനാണ്. ഞങ്ങൾ അവിടെ മുന്നോട്ട് വെക്കുന്നത് വികസിത തൃത്താല BJPയുടെ ഗ്യാരണ്ടി എന്നുള്ളത്. ഞങ്ങളുടെ വികസന രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. മെട്രോമാൻ ശ്രീധർ സാറുമായി സംസാരിച്ച് തയ്യാറാക്കിയ വികസന രേഖ. അതിൽ കാർഷിക മേഖലയുടെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട്, കുടിവെള്ള വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്, യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന കാര്യങ്ങളിൽ പരിഹാരമുണ്ട്. തൃത്താലയെ ആരും വരാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിൽ നിലപാടുണ്ട്. പ്രധാനമന്ത്രിയുടെ പദ്ധതികളെല്ലാം തന്നെ ഈ തൃത്താലയിൽ മണ്ഡലത്തിൽ എത്തിച്ച് തൃത്താലയെ ഈ രാജ്യത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള തൃത്താല ഉണ്ടാക്കുന്ന പരിശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്ത് ഉള്ളത്. അതുതന്നെയാണ്, വികസനമാണ് തൃത്താലയിൽ BJP NDA പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ ഒരു വശത്ത് MP രാജേഷും LDFും PDPയും SDPയും ഒക്കെ കൂട്ടുപിടിച്ച് തൃത്താലയിൽ വീണ്ടും ഭരണം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു വശത്ത് VT ബലറാമിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമവും നടക്കുന്നു. അതേസമയം തൃത്താലയിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.